നോക്കുക, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി വക്കീൽ കുപ്പായത്തിൽ കോടതിയിൽ എത്തുന്നത്. പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. കേന്ദ്രത്തിൽ BJPയുടെ നേതൃത്വത്തിൽ ഭരണത്തിലിരിക്കുന്ന NDA ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിഗൂഢമായ നീക്കങ്ങൾക്ക് തുടക്കമിട്ടു കഴിഞ്ഞു. അതിൻ്റെ തെളിവാണ് രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന SIR തട്ടിപ്പ്. വോട്ടർ പട്ടികയിൽ നിന്നും വോട്ട് വെട്ടിമാറ്റിയും BJPക്ക് അനുകൂലമായ വോട്ടർമാരെ തിരികെ കയറ്റിയും SIR പ്രക്രിയ അതിൻ്റെ ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ നടപ്പിലാക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാൽ തന്നെ ചവിട്ടി മെതിക്കപ്പെടുകയാണ് എന്ന വസ്തുത നിലനിൽക്കുകയാണ് രാജ്യത്ത്. SIR വഴി BJP നടത്തുന്ന കാട്ടുകൊള്ളയെ ചോദ്യം ചെയ്ത് പശ്ചിമ ബംഗാളിൽ ദീദി എന്ന മമതാ ബാനർജി മോദിക്ക് നേരെ ഉയർത്തിയ പ്രതിഷേധത്തിൻ്റെ ചൂണ്ടുവിരലിൽ നിന്നും പ്രവഹിക്കുന്ന അഗ്നിസ്ഫുലിംഗങ്ങൾ അങ്ങ് ഡൽഹിയിലെ ഭരണസിരാ കേന്ദ്രത്തെ ആകെ പ്രകമ്പനം കൊള്ളിച്ചു കഴിഞ്ഞു. ബംഗാൾ പിടിക്കാൻ കുതന്ത്ര നീക്കങ്ങളുമായി സന്നാഹങ്ങളോടെ ബംഗാളിൻ്റെ മണ്ണിൽ കാലുകുത്തിയ മോദിയെയും അമിത്ഷായെയും എതിരേറ്റത് ദീദിയുടെ നന്ദിയുള്ള പ്രജകളായിരുന്നു. നെൽപ്പാടങ്ങളിൽ കലപ്പയും കതിർക്കുലയും കൊണ്ട് ജീവിതം കരുപ്പിടിപ്പിച്ച ജനത ദീദിക്ക് നേരെ ഉയർന്ന BJP ശബ്ദത്തെ കൂകി വിളിച്ച് ബംഗാൾ അതിർത്തിക്ക് വെളിയിലേക്ക് കുടഞ്ഞെറിഞ്ഞു. ഹൂഗ്ലിയും ഇച്ഛമതിയും മഹാനന്ദയും തീസ്തയും അടങ്ങുന്ന അതിർത്തികളിൽ നിന്നും അമിത്ഷായെയും മോദിയെയും അതീവ പുച്ഛത്തോടെ ആട്ടിപ്പായിച്ചു ബംഗാൾ ജനത. തുടർന്ന് അധികാരത്തിൻ്റെ മർക്കട മുഷ്ടി കൊണ്ട് എന്നും അരാജകത്വം സൃഷ്ടിച്ച് കടന്നു കയറിയ മോദി ഷാ കമ്പനി പ്രതികാരത്തിൻ്റെ നിഗൂഢമായ ആക്രമണം അഴിച്ചുവിട്ടു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കളത്തിലിറക്കി മമതയ്ക്ക് കടിഞ്ഞാണിടാൻ പടയൊരുക്കം നടത്തി. തൃണമൂൽ കോൺഗ്രസിന്റെ സുപ്രധാനമായ തെരഞ്ഞെടുപ്പ് രേഖകൾ കണ്ടുകെട്ടാൻ ഓടിയെടുത്ത EDയെ ബംഗാൾ സിംഹം ഒറ്റ ഗർജനം കൊണ്ട് തടുത്തു. തൻ്റെ പാർട്ടിയുടെ ഓഫീസിൽ നിന്നും EDയുടെ മൂക്കിൻ മുനമ്പിൽ തൊട്ട് അവർ ഫയലുകൾ കയ്യിലെടുത്ത് ആക്രോശിച്ചു. തടുക്കാമെങ്കിൽ തടുത്തു. ഇത് തൃണമൂൽ കോൺഗ്രസിന്റെ സുപ്രധാന ഫയലുകളാണ്. ഇത് ഞാൻ കൊണ്ടുപോകുന്നു. തുടർന്നും നിരന്തരം BJPയുടെ രാഷ്ട്രീയ വൈരത്തിന് മേൽ താക്കീതിൻ്റെ ഗർജനം അഴിച്ചുവിട്ടു മമത കേന്ദ്രത്തിന് തലവേദന തന്നെ സൃഷ്ടിച്ചു. ഇക്കഴിഞ്ഞ ആഴ്ച SIR വിഷയത്തിൽ മരിച്ചവരെന്ന് SIR പ്രഖ്യാപിച്ച 100ഓളം വോട്ടർമാരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഹാജരാക്കിക്കൊണ്ടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനമായ നിർവചൻ സദനിലേക്ക് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എത്തിയത്. ആ ചർച്ചയ്ക്ക് ശേഷം പുറത്തേക്കിറങ്ങിയ മമത മാധ്യമങ്ങളോട് പറഞ്ഞത് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഒരു തികഞ്ഞ ധിക്കാരിയാണ് എന്നാണ്. കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് പശ്ചിമ ബംഗാൾ സർക്കാർ സുപ്രീം കോർട്ടിൽ ഒരു ഹർജി ഫയൽ ചെയ്തത്. ഈ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പക്ഷപാതിത്വത്തോടെ പ്രവർത്തിക്കുന്നു എന്നും അതിലെടുത്തു പറയുന്നു. ഏതാണ്ട് 140ഓളം പേർ SIRന്റെ പേരിൽ ബംഗാളിൽ ആത്മഹത്യ ചെയ്തു എന്നും മമതാ ബാനർജി ചൂണ്ടിക്കാട്ടി. എന്താണ് ഈ ആത്മഹത്യയ്ക്ക് പിന്നിലെ കാരണമെന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാകും. കൂരകെട്ടി ജീവിച്ച ഭൂമി തങ്ങൾക്ക് നഷ്ടമാകുന്നു എന്ന ഭയപ്പാട്, ഇക്കാലം അത്രയും ചോരയും നീരും നൽകി പടുത്തുയർത്തിയ തുണ്ടുഭൂമി കൈവിട്ടു പോയ ആ പാവങ്ങൾ ഗത്യന്തരമില്ലാതെ മരണം വരിക്കുകയായിരുന്നു. അതായത് ഇക്കാലം അത്രയും ജീവിച്ച രാജ്യത്ത് ഇനി ഞങ്ങൾ പൗരന്മാരല്ല എന്ന ഭീതിതമായ തിരിച്ചറിവാണ് അവരെ അതിന് പ്രേരിപ്പിച്ചത്. ഇപ്പോഴിതാ ചരിത്രപരമായ ഒരു നീക്കം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തിയിരിക്കുന്നു. ഭയചകിതരായ ബംഗാൾ ജനതയ്ക്ക് വേണ്ടി അവരുടെ പ്രിയപ്പെട്ട ദീദി വക്കീൽ കോട്ടണിഞ്ഞ് സുപ്രീം കോടതിയിൽ എത്തുകയായിരുന്നു. ബംഗാളിലെ ജനങ്ങളുടെ പ്രശ്നം അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിന്ന് ഈ വക്കീൽ കോട്ടണിഞ്ഞ് സുപ്രീം കോർട്ടിലേക്ക് വന്നത് എന്നവർ പറഞ്ഞു. എൻ്റെ ബംഗാളിന് നീതി കിട്ടണം എന്നും അവർ കോടതിയിൽ പറഞ്ഞു. ബംഗാളിൽ മമത തൻ്റെ നിലപാട് കടുപ്പിക്കുന്നതോടെ തിരഞ്ഞെടുപ്പ് യുദ്ധക്കളത്തിൽ BJPയുടെ കുതന്ത്രങ്ങൾക്കെതിരെ അഗ്നി പടർന്നു കയറും. കാരണം ബംഗാൾ ലക്ഷ്യം വെച്ച് ഇതിനകം തന്നെ പടനീക്കം BJP നടത്തി കഴിഞ്ഞു. പക്ഷേ എന്ത് കാര്യം? ഇത് മമതയുടെ പ്രിയപ്പെട്ട ബംഗാളാണ്. അവർ BJP എൻ്റെ മണ്ണിൽ നേരായ മാർഗത്തിലൂടെ അല്ലാതെ കടന്നു കയറാൻ ശ്രമിച്ചാൽ അതിന് മറുപടി വെറും വാക്കായിരിക്കില്ല. കേന്ദ്ര ഭരണകൂടത്തെ ചുഴറ്റി നിലംപരിച്ചാക്കും ഞാൻ എന്ന മമതയുടെ താക്കീത് മോദിക്ക് മേലുണ്ട്. 34 വർഷം നീണ്ട ഭരണത്തിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഒരു ജനത അടിമത്തത്തിൽ നിന്നും രക്ഷ നേടാൻ തൃണമൂലിൽ അഭയം നേടുകയായിരുന്നു. ഇടതുകോട്ടകളെ വെട്ടിക്കീറിയ ഒരു പ്രവാചക ദൗത്യം പോലെ നരസിംഹത്തിൻ്റെ ജന്മം പൂണ്ട് ദീദി ബംഗാളിൻ്റെ ഇടത്തിൻ്റെ അന്തകയാകുകയായിരുന്നു. 2011 അവർ പശ്ചിമ ബംഗാളിൽ കുതിച്ചുയർന്നപ്പോൾ മറ്റൊരു ചരിത്ര മുഹൂർത്തമായി അത് മാറി. കഴിഞ്ഞ 15 വർഷമായി മമത ബംഗാളിൻ്റെ നാഡീമിടിപ്പായി ബംഗാൾ ജനതയെ ത്രസിപ്പിച്ചു.
ബംഗാൾ പിടിച്ചടക്കിയ മമതയ്ക്ക് മുന്നിൽ ഇടതിൻ്റെ ഒരു സീറ്റ് പോലും പ്രതിബന്ധം തീർക്കാനില്ല എന്നത് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് വേണം പറയാൻ. 2007 ഇടത് മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ഭരണകാലം ബംഗാളിൽ നടന്ന നന്ദിഗ്രാം കലാപം 10,000-കണക്കിന് ഭൂമി കൃഷിക്കാരിൽ നിന്നും പിടിച്ചടക്കി അന്നത്തെ ബംഗാൾ സർക്കാർ. അത് വലിയ കാർഷിക കലാപത്തിന് അവിടെ വഴിതെളിച്ചു. ആ കലാപത്തെ അടിച്ചൊതുക്കാൻ പോലീസ് വെടിവെപ്പ് നടക്കുന്നു. അതിൽ 14 പേർ പിടഞ്ഞ് വീണു മരിച്ചു. സിംഗൂരിൽ ടാറ്റ കമ്പനിക്ക് വേണ്ടി ഭൂമി കൊടുത്തപ്പോഴും സമരങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അവിടെ ഈ ജനഹിത സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ബംഗാളിലെ തീക്കാറ്റായി ഉയർന്നു ജ്വലിച്ചത് മമതാ ബാനർജി ആയിരുന്നു. വള്ളിച്ചെരുപ്പമണിഞ്ഞ് ഖാദി സാരിയുമെടുത്ത് ബംഗാളിൻ്റെ ദീദിയായി അവർ വയലേലകളിൽ ഇറങ്ങി. ബംഗാൾ ജനത്തിൻ്റെ രക്ഷകയായി അവർ പുറപ്പെട്ടു. ബംഗാളിൻ്റെ സമഗ്രമായ ഉയർത്തെഴുന്നേൽപ്പിന് നേതൃത്വം കൊടുത്തു. 294 അംഗ നിയമസഭയിൽ മൃഗീയമായ ഭൂരിപക്ഷമായ 274 ഇപ്പോഴും അവർ നിലനിർത്തുന്നു. ബംഗാളാണ് ഇനി ഞങ്ങളുടെ ലക്ഷ്യമെന്ന് BJP അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ മമതയുടെ ലക്ഷ്മണരേഖ മറികടക്കാൻ BJPക്ക് കഴിയുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. 42 ലോക്സഭാ സീറ്റുകളുള്ള ബംഗാളിൽ 2024 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 29 സീറ്റുകൾ മമത പിടിച്ചെടുത്തു. 12 സീറ്റിൽ മാത്രമാണ് BJP അവിടെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. ഈ 29 സീറ്റ് എന്നത് ദേശീയ രാഷ്ട്രീയത്തിലെ അധികാര സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ ഉതകുന്നത് തന്നെയാണ്. ഈ 29 സീറ്റിൻ്റെ ശക്തി അത്രയും കേൾപ്പുള്ളതാണ്. അതുകൊണ്ടാണ് പേടിപൂണ്ട BJP ഇപ്പോൾ ബംഗാൾ പിടിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. BJP SIR എന്ന ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് 1,30,00,000 വോട്ടർമാരെ ബംഗാളിൽ നിന്ന് പുറത്താക്കി തങ്ങളുടെ വഴി തെളിക്കാൻ മുന്നിട്ടിറങ്ങുമ്പോൾ 2021 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള വോട്ട് വ്യത്യാസം കേവലം 60 ലക്ഷമാണ് എന്നത് ഓർക്കണം. 215 സീറ്റുകൾ മമതയ്ക്ക് കിട്ടി, 77 സീറ്റുകൾ മാത്രമാണ് BJPക്ക് കിട്ടിയത് എന്നിരിക്കലും വോട്ട് വ്യത്യാസം 60 ലക്ഷവും. അപ്പോഴാണ് 1,30,00,000 പേരെ SIR വഴി വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് എന്നോർക്കണം. ഈ വെട്ടിമാറ്റപ്പെട്ടവർ എല്ലാം തന്നെ മുസ്ലിം മതത്തിൽപ്പെട്ടവരാണ് എന്നത് BJPയുടെ അപകടകരമായ നീക്കമാണ് ഉയർത്തിക്കാട്ടുന്നത്. അതായത് ഒരു ഹിന്ദു വികാരം ഉയർത്തി വർഗീയ ചേരിതിരിവുണ്ടാക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നടന്നുവെന്ന് വേണം കരുതാൻ. ഇത്തരത്തിൽ നീക്കം നടത്തുന്ന മോദിയെ പരസ്യമായി വെല്ലുവിളിക്കുന്ന മമതയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാവുന്നത് പുടം ചെയ്ത ഒരു രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന ധൈര്യശാലിയുടെ തീനാമ്പുകളാണ്. മോദിയേക്കാൾ വലിയൊരു കലാപ കുതിയനില്ല. 2002 ഗുജറാത്ത് കലാപത്തിന്റെ സമയത്ത് പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദിയോട് രാജധർമ്മം പാലിക്കാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഗുജറാത്ത് സർക്കാർ പിരിച്ചുവിടുമെന്നും അന്ന് വാജ്പേയി താക്കീത് നൽകിയിരുന്നു എന്നും മമത പറഞ്ഞു. മോദി അധികാരക്കുതിമൂത്ത് സർവാംഗ അത്യാഗ്രഹിയായി എല്ലാം ഗ്രഹിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ രാജ്യത്തെ ധർമ്മവും നീതിയും ചുട്ടരിക്കപ്പെടുകയാണ്. എൻ്റെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനത്തിൽ ഇടപെടാൻ നിങ്ങൾ ആരാണ് എന്ന് മമതാ ബാനർജി മോദിയോട് ചോദിച്ചു. നാം ഇതെല്ലാം നിശബ്ദമായി സഹിക്കുകയാണ്. എന്നാൽ നമ്മുടെ ക്ഷമ ഒരു ബലഹീനതയല്ല, തിരിച്ചടിക്കുക തന്നെ ചെയ്യും ഞാൻ. മമതയുടെ വാക്കുകളെ വളച്ചൊടിക്കാൻ BJP ശ്രമിച്ചപ്പോൾ മമതാ ബാനർജി വളരെ വ്യക്തമായി അതിനെ വിശദീകരിച്ചു. ഞാനിത് പറഞ്ഞത് താങ്കളെ അടിക്കുമെന്ന അർത്ഥത്തിലല്ല, ജനാധിപത്യത്തിൻ്റെ ചുവടെ നിന്നുകൊണ്ട് തിരിച്ചടിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. താങ്കളെ ഞാൻ എന്തിനടിക്കണം? നിങ്ങളെ തല്ലിയാൽ എൻ്റെ കൈ ഞാൻ വെട്ടിമാറ്റും. നിങ്ങൾക്ക് 56 ഇഞ്ച് നെഞ്ചളവുണ്ട്. നിങ്ങളെ ഞാൻ എങ്ങനെ അടിക്കും? എനിക്ക് താങ്കളെ തല്ലുകയോ തൊടുകയോ വേണ്ട, മമതാ ബാനർജി പറഞ്ഞു. പക്ഷേ എൻ്റെ നാടിനെ തൊട്ടാൽ നിങ്ങൾ വിവരമറിയും. നിങ്ങളുടെ സർക്കാരിനെ ഞാൻ നിലം പരിശാക്കുമെന്നും അവർ ആവർത്തിച്ചു പറഞ്ഞു. ഇന്നിപ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത് ബംഗാളിലേക്കാണ്. മോദിക്ക് നേർക്കുനേർ നിന്ന് രാഷ്ട്രീയപരമായും നിയമപരമായും വെല്ലുവിളിച്ച ഒരു മുഖ്യമന്ത്രിയുടെ ആർജവം BJPക്ക് കടുത്ത പ്രകരശേഷി തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്വന്തം സംസ്ഥാനത്തിന് വേണ്ടി വക്കീൽ കോട്ടണഞ്ഞ് സുപ്രീം കോടതിയിൽ മോദിക്ക് അടിമവെച്ച ജ്ഞാനേഷ് കുമാറിനെ നിയമപരമായി പൂട്ടാൻ തുനിഞ്ഞിറങ്ങുമ്പോൾ അത് മോദിക്ക് കൂടിയുള്ള പൂട്ടാവുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അത് ബംഗാളിൽ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. BJPയുടെ ഗർവിൻ്റെ ഉച്ചിയിൽ ആഞ്ഞടിക്കും മമതാ ബാനർജി. ബംഗാൾ പിടിക്കാൻ ഇനിയും 7 ജന്മം മോദി കാത്തിരിക്കണം എന്ന മമതയുടെ അവസാനത്തെ വാക്കുകൾ മോദിക്ക് ബലികേറാം മലയായി മാറിക്കഴിഞ്ഞു. ഇനി പോരാട്ടത്തിൻ്റെ തീവ്ര നാളുകളാണ് ബംഗാളിൽ ഉയരുന്നത്. ഏത് ചതുരംഗക്കളത്തിലെ ചതിയുടെ ആൾരൂപമായി മോദി എത്തിയാലും അത് വെട്ടിനിരത്തുന്ന മമതയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ പ്രഹേളിക പൊളിക്കാൻ
മോദിക്ക് കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയ ചാണക്യതന്ത്രങ്ങൾ നീതിയോളം മോദിക്കില്ല. അവർ ഒറ്റയാൾ പട്ടാളമായി, അവരിൽ അക്ഷഗണിപ്പടയുടെ കരുത്തുണ്ട്. മോദി ഒറ്റയ്ക്കും സന്നാഹങ്ങളോടെ വന്നാലും മമതയ്ക്ക് ഒറ്റയ്ക്ക് തന്നെ മോദിയുടെ സന്നാഹങ്ങളെ നിലംപരിശാക്കാൻ കേൾപ്പുണ്ട്. അത് മോദിക്കും അറിയാം. ഇനി രാഷ്ട്രീയ അങ്കക്കളത്തിൽ കാണാം മോദി എന്ന ബംഗാൾ സിംഹത്തിൻ്റെ ഗർജനം മോദി എങ്ങനെ നേരിടുമെന്ന് നമുക്ക് നേരിട്ട് കാണാം. ബംഗാൾ പിടിക്കാനിറങ്ങിയ 54 ഇഞ്ചിൻ്റെ നെഞ്ചളവ് മതിയാവില്ല എന്നും BJP ബംഗാളിൻ്റെ മണ്ണിൽ ചേതനയേറ്റ് വീഴുമെന്നും തെളിയുകയാണ് ഇതിലൂടെ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.